വെൽക്കം ടു എലൈറ്റ് എക്സ്പെർട്ടൈസ് അഗെയിൻ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് സരിതയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ലാസ്റ്റ് ക്യാപ്സിന്റെ നവംബർ റിസൾട്ട്സ് നമുക്ക് ഇന്നലെ കിട്ടി. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ എലൈറ്റില് നല്ലൊരു വിജയ ശതമാനം ഉണ്ട്. 170+ സ്റ്റുഡൻസ് ആണ് ഈ പ്രാവശ്യം പാസ്സായിട്ടുള്ളത്. അപ്പൊ അതില് ഒരാളാണ്, ഒരു ലക്കി പേഴ്സൺ ആണ് സരിത. സോ വെൽക്കം സരിത. Hello. ഹൗ ആർ യു സരിത? Yeah, fine. സോ സരിത, ഇപ്പൊ ആഫ്റ്റർ റിസൾട്ട് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോ? റിസൾട്ട് വന്നപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷം എന്ന് വെച്ചാൽ ആ സമയത്ത് എക്സാമിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നെറ്റ്വർക്ക് ആകെ പ്രോബ്ലം ആയിരുന്നു. മീൻസ് സൈറ്റ് ഭയങ്കര ജാം ആയിരുന്നു. അപ്പം പാർവതി വിളിച്ചിട്ട്, പിന്നെ പാർവതി ഞാനും കൂടെ ഒരുമിച്ചിട്ടാണ് റിസൾട്ട് നോക്കിയത്. ഒരേ സമയത്ത് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞപ്പം ഭയങ്കര കരച്ചിൽ വന്നു ഫസ്റ്റ് ടൈം. ഹസ്ബൻഡ് ഓൺലൈനിലുണ്ടായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. അതൊരു ഭയങ്കര ഒരു വലിയൊരു അച്ചീവ്മെന്റോ എന്തൊക്കെയോ നേടിയ പോലത്തെ ഒരു ഫീലിംഗ്. കാരണം ഇതുവരെ നമ്മൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പഠിച്ചേക്കുന്നേ. അപ്പം ഇതുവരെ ഇങ്ങനെ പഠിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇതുവരെ ഇങ്ങനെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടില്ല. കൃപയ്ക്കറിയാലോ, എനിക്ക് 2 കുട്ടികളാണ്, 2 ചെറിയ കുട്ടികളാണ്. അപ്പൊ രണ്ടുപേരെയും വെച്ചിട്ട് ഷോപ്പുണ്ട്, ഫാർമസി ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി മാനേജ് ചെയ്ത് ഭയങ്കര ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് തന്നെ പഠിച്ചത്. പക്ഷേ പേപ്പർ 2ന്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പാർവതിയോട് ഞാൻ പറയുകയും ചെയ്തു, ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും, ഞാൻ റിസൾട്ട് വന്നാൽ നോക്കില്ല, അങ്ങനത്തെ ഒരു തീരുമാനമൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കാം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ഇരിക്കുമായിരുന്നു. എന്നാലും പാർവതി ഹസ്ബൻഡൊക്കെ പറഞ്ഞു, എന്തായാലും പഠിച്ചതല്ലേ, എക്സാം എഴുതിയതല്ലേ, നമുക്ക് നോക്കാം എന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു അത്രയും പ്രതീക്ഷിക്കാഞ്ഞിട്ടായിരിക്കാം ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു ആ സമയത്ത്. അതായിരുന്നു ഭയങ്കര. നമ്മള് അമ്മമാരായിട്ട് വർക്കിങ്ങും ആണ്, നമ്മള് 2 കുട്ടികളും അമ്മമാരാണ്. അപ്പൊ എല്ലാം ആയിട്ട് പിന്നെ നമുക്ക് ആ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മൾ ഇത്രയും നാളും ചെയ്ത കഷ്ടപ്പാടിന് ശരിക്കും ബുദ്ധിമുട്ടാണ് ഈ പിള്ളേരെ വെച്ച് പഠിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ഇതിൽ കൂടി ഗോ ത്രൂ ചെയ്തിട്ട് ആ ഒരു അത്രയും നല്ല അടിപൊളി റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. മോള് ചെറിയ മോളാ, 1 വയസ്സ്, ഈ നവംബറിലാണ് മോൾക്ക് 1 വയസ്സായത്. അപ്പം ഹസ്ബൻഡ് ആണെങ്കിൽ ഇപ്പൊ 2 മാസമായിട്ട് ആളും ഷിപ്പിലേക്ക് തിരിച്ചു പോയി. ഇപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ സത്യം അവരോടൊക്കെ ഭയങ്കര, അവരൊക്കെ സപ്പോർട്ടാണ്. അമ്മയുടെ സപ്പോർട്ട്, പാർവതിനെ നമുക്ക് ഓർക്കാതിരിക്കാനേ പറ്റത്തില്ല. പാർവതി എക്സാം കയറുന്നതിന്റെ മുന്നേ എനിക്ക് ഫസ്റ്റില് രണ്ടാമത്തെ ഉച്ചക്കലത്തെ സമയത്തായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും ഓസ്ട്രേലിയയിലത്തെ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞു, നമ്മുടെ നാട്ടിലെ ഒരു ബാച്ചിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു, വാട്സാപ്പിൽ തുടങ്ങിയായിരുന്നു. അപ്പൊ പാർവതി ഫോണിൽ ഫുൾ ടൈം എന്റെ എക്സാമിന് കയറുന്ന, നിനക്ക് എന്താ ഡൗട്ട്, കുറെ ഹബുസറും എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടായിരുന്നല്ലോ. അപ്പൊ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് ആ ഒരു ഏതാ അറിയാത്തത് പാർവതി ഭയങ്കരമായിട്ട് മെന്റലിയും ഇമോഷണലി ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് പാർവതിയോട് ഭയങ്കര താങ്ക്സ് പറയാനുണ്ട്. ഫാമിലിയിൽ എല്ലാവർക്കും, മക്കളൊക്കെ ഒരുപാട് മൈൻഡ് അതെ, അവരൊന്നും ഞാൻ തീരെ മൈൻഡ് ആക്കാറുന്നില്ല. ലാസ്റ്റ് ഒരു മാസം കുഞ്ഞുമാവനെ പോലും ഞാൻ ഒട്ടും മൈൻഡ് ആക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവരുടെയൊക്കെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട്, അമ്മ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയ ഭയങ്കര. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാമോ? സരിത എവിടെയാ പഠിച്ചത്? ഏത് കോളേജ് ആയിരുന്നു? ഞാൻ ബിഫാം ചെയ്തത് പരിയാരം മെഡിക്കൽ കോളേജ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നു. 2010 ബാച്ച് ആയിരുന്നു ഞാൻ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് PG എടുത്തായിരുന്നു, എംഫാം ചെയ്തായിരുന്നു. എംഫാം ചെയ്തിട്ട് പിന്നെ ഞാൻ കുറച്ചോളം വർക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ വെളിയിലായിരുന്നു, സലാലയിലായിരുന്നു. അവിടെ ഒരു 4 ഇയർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫസ്റ്റ് മോളായപ്പോഴാണ് ഞാൻ അത്യാവശ്യം നല്ല വലിയൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ? കരിയർ ഗ്യാപ്പ് മീൻസ് അക്കാഡമിക് ഗ്യാപ്പ് ഉണ്ടല്ലോ നന്നായിട്ട്. ഉണ്ട്. 2000 മീൻസ് ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞാൽ എംഫാം കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ ഒമാൻ MOHന് വേണ്ടിയിട്ട് പഠിച്ചായിരുന്നു. അപ്പൊ ആദ്യം ഞാൻ DH ദുബായ് എക്സാം പാസ്സായിരുന്നു. അപ്പൊ ദുബായിലെ എക്സാമിന് വേണ്ടിയിട്ട് DH പാസ്സായി. അപ്പൊ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ക്യാപ്സ് വെച്ച് നോക്കുമ്പോൾ അതൊന്നും അല്ല. പിന്നെ ഒമാൻ MOHന് ഇച്ചിരി കഷ്ടപ്പെട്ടായിരുന്നു. കാരണം വെച്ചാൽ അവിടെ വൈവ ഉണ്ടായിരുന്നു, നമുക്ക് അവിടെ ചെന്നിട്ട് വൈവ ഉണ്ടായിരുന്നു. അപ്പം അതിനെ കുറച്ച് പഠിച്ചായിരുന്നു. പിന്നെ തന്നെ എഴുതി പാസ്സായ ഒരു എക്സാമാണ് ഖത്തർ MOH. പക്ഷെ എനിക്ക് അപ്പോഴേക്കും മോളായപ്പോ, ആ ഫസ്റ്റ് മോളായപ്പോ എനിക്ക് പോവാൻ പറ്റില്ല. അപ്പോ അത് കഴിഞ്ഞിട്ട് കുറെ ഗ്യാപ്പ് എടുത്തിട്ട് ഇനി പഠിത്തമേ ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഷോപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ അതുമായിട്ട് സെറ്റ് ആയിരിക്കുമ്പോഴാണ് പിന്നെ ഒരു ആഗ്രഹം,
രണ്ടാമത്തെ മോളൊക്കെ ആയി മൈഗ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞപ്പോ ഒരിക്കൽ നമ്മൾ പുറത്ത് ജീവിച്ചവർക്ക് പിന്നെയും പിന്നെയും അത് നമുക്ക് ആ അത് ഒരു ഭയങ്കര അട്രാക്ഷൻ അത് ഉണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളിങ്ങനെ ലാക്സ് ഇങ്ങനെ കയ്യിൽ സാലറി മേടിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമ്മള് അതെ അതുമായിട്ട് അഡ്ജസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാ. അതൊരു അത് ബുദ്ധിമുട്ടാ ആർക്കും പറഞ്ഞാൽ സത്യം. മനസ്സിലാവില്ല. അതെ അതെ അതെ. അങ്ങനെ വർക്ക് അപ്പോ ചെയ്തവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എങ്ങനെയാണ് ലൈറ്റിനെ പറ്റി അറിയുന്നത്? എങ്ങനെയാ ലൈറ്റിൽ എത്തിപ്പെടുന്നത്? അതൊരു ഭയങ്കര ഒരു അത് ചെറിയൊരു സൗന്ദര്യപ്പണക്കം വന്നപ്പോൾ ഇടയിൽ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ മൈഗ്രേഷനെ പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോൾ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോൾ സാറിന്റെ ഒരു വീഡിയോ കണ്ടു. ആരിഫ് സാറിന്റെ. ആരിഫ് സാറിന്റെ അതെന്തോ ഒരു റീല് പോലെ എന്തോ കണ്ടു. പിന്നെ ഞാൻ അതിനകത്ത് കയറിയിട്ട് സാറിന്റെ ഫസ്റ്റത്തെ CHFന്റെ ഒരു ഫുൾ ലെങ്ത് ഉള്ള ഒരു ക്ലാസ് ഞാൻ കണ്ടു. സാറിന്റെ ടീച്ചിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അപ്പൊ ഇഷ്ടപ്പെട്ടു. തന്നെ ഞാൻ ചെറിയ ചെറിയ നോട്ടൊക്കെ എഴുതി ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും അറിയാൻ സമയം യൂട്യൂബിലുള്ള ക്ലാസ് അല്ലേ? യൂട്യൂബിലുള്ള ക്ലാസ് ആ 3-2 ക്ലാസ് എന്തൊക്കെ ഉണ്ട്. പിന്നെ ആസ്മയുടെ ഉണ്ടായിരുന്നു, അതും ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അന്നത്തെ രാഖിന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു ലൈറ്റിന്റെ. അവര് വഴി നമുക്ക് റില്ലിനെ പരിചയപ്പെട്ടു. റില്ലിയാണ് പിന്നെ ഫുൾ കോൺഫിഡൻസ് വന്നത്. ഫീസ് അടക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കുറച്ചൊരു പേടിയൊക്കെ അതെ, നമുക്ക് ഉണ്ടായിരുന്നു ടെൻഷൻ കേട്ടോ. ഉണ്ടാവും. അത് നമ്മൾ ഡയറക്ട്ലി കാണുന്നില്ല എന്നുള്ളൊരു ടെൻഷൻ. കാണുന്നില്ല എന്നല്ല, വേറെ ആരും കോണ്ടാക്ട്സ് നമുക്ക് റില്ലിനാണെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മള് ഫോണിൽ കൂടെ ഒക്കെ ഉള്ള പരിചയമല്ലേ ഉള്ളൂ. അപ്പം റില്ലി പക്ഷെ ഭയങ്കര ഫുൾ സപ്പോർട്ട് വന്നു, ഓക്കെ പറഞ്ഞു. റില്ലി അന്നേരം പാസ്ഡ് ആയിരുന്നു. അപ്പം സംസാരിച്ചപ്പോൾ റില്ലി ഓക്കെ പറഞ്ഞു. അങ്ങനെ ജോയിൻ ചെയ്തിട്ട് പിന്നെ ഇൻ കേസ് പാസ് ആയില്ലെങ്കിൽ കൂടി നമുക്കതൊരു അസറ്റ് പോലെ എനിക്ക് തോന്നിയത്. സെറ്റാണ്. അതെ, നോളജ് നമ്മുടെ വളരെയധികം ഡെവലപ്ഡ് നോളജ് ആവും. നമ്മൾ കോളേജിൽ പഠിച്ച ഒന്നും അല്ല എന്നുള്ളത് നമുക്ക് ഫീൽ ഒന്നുമല്ല. ചെയ്യും അല്ലേ? സത്യം പറയാം, ഞാനൊക്കെ ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. സത്യമായിട്ട് പറയാം, ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ബിഫാമിനൊക്കെ അത്യാവശ്യം സപ്ലൈ ഒക്കെ കിട്ടി, അങ്ങനെയൊക്കെ പേപ്പറൊക്കെ പോയിട്ട് അങ്ങനെയാണ്. പക്ഷെ ഫൈനൽ ഇയറിൽ ഫുൾ പാസ് ആയിരുന്നു. അത്ര ഒരു കമ്പൈൻ സ്റ്റഡി അല്ലെങ്കിൽ പിന്നെ ഒരു അങ്ങനെ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് അങ്ങനെ നേടുന്ന ഒരു അത്ര ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ലാത്തൊരു സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോ ക്യാപ്സ് പാസ്സായത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. അത് മാഡത്തിന്റെ ഒക്കെ ആ ഒരു ക്ലാസ് ഉണ്ടല്ലോ, ANS, അതൊക്കെ നമുക്ക് സ്റ്റോറി പോലെ ആയതുകൊണ്ട്. പിന്നെ ഞാൻ പാർവതി അത്യാവശ്യം നന്നായിട്ട് കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കുമായിരുന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കോഡ് ഉണ്ടാക്കി അങ്ങോട്ടേക്കും, അവിടുന്ന് കോഡ് ഉണ്ടാക്കി ഇങ്ങോട്ടേക്കും. മനസ്സിലായി. അതൊക്കെ ഭയങ്കര ഒരു സോ ഈ പിന്നെ സന്തോഷത്തില് സരിത എത്ര പെർസെന്റേജ് നമ്മുടെ എലൈറ്റിന് ബാക്കിയുള്ള ഇനിയുള്ള ഒരു ഫ്യൂച്ചർ ഫാർമസിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഓപ്പറ ആസ്പിരന്റിനോ വേണ്ടി മീൻസ് സജസ്റ്റ് അതിന്റെ ചെയ്യും? എക്സ്ട്രിമിറ്റി എത്രയാണോ അത്രയും ഞാൻ റെക്കമെൻഡ് ചെയ്യും. അത്രയും ഞാൻ പറയില്ല. സാറിന്റെയും മാമിന്റെയും ക്ലാസ്സസ് അത്രയും സരിതയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. അതിന്റെ സംസാരത്തിൽ അറിയാലോ. പിന്നെന്ന് വെച്ചാല് ആരിഫ് സാറിനൊക്കെ ഇച്ചിരി പേടിയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ സാറ് റിസൾട്ട് വന്നതിന് ശേഷം യൂട്യൂബിൽ സാറിന്റെ ആ ഒരു റീൽസ് കണ്ടപ്പോൾ സാറിങ്ങനെ ചിരിച്ചിട്ട് അങ്ങനെ ഞാൻ സാറ് അതെ, ചിരിച്ചു സാറിനെ ചിരിച്ച് കണ്ടിട്ടേയില്ല കാണുന്നത് നമ്മള് റിസൾട്ട്സ് ആദ്യമായിട്ടാ. വരുമ്പോഴാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ ഒരു സാറിനൊക്കെ ആ ഒരു സന്തോഷം കൊണ്ടായിരിക്കും കേട്ടോ. ആ സാറും അതൊക്കെ പ്രതീക്ഷയിലൊക്കെ കൂടുതൽ റിസൾട്ട് എല്ലാവർക്കും കിട്ടിയതുകൊണ്ടായിരിക്കണം. സാറിന്റെ ചിരിയിലൊക്കെ നമുക്ക് എന്തോ ഭയങ്കര സന്തോഷം. മാമിന്റെ ആണെങ്കിലും എല്ലാവരും പറയില്ലേ എക്സാമിന് സമയത്ത് ഇങ്ങനെ മാമിന്റെ അതെ സാറിന്റെ അതെ, സൗണ്ട് അവരുടെ കേട്ടു വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളത്. അതെ കുറെ അതെ. ക്വസ്റ്റ്യൻസിലൊക്കെ അത് കിട്ടി. പക്ഷെ അങ്ങനെ പേപ്പർ 1 അത്യാവശ്യം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് എനിക്ക് ഇങ്ങനെ 10ൽ കൂടുതലൊക്കെ എനിക്ക് ഫ്ലാഗ് ചെയ്യേണ്ടി വന്നു പേപ്പർ 1 തന്നെ. അപ്പം ചെയ്ത് വന്നപ്പോ ഒരു 3/4 മണിക്കൂറിന് 1 മണിക്കൂർ തൊട്ട് താഴെ വെക്കുമ്പോഴേക്കും എനിക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഞാൻ ചെയ്തോ ഇല്ലയോ. ലാസ്റ്റ് പേജ് അത് വന്നു. പിന്നെ ഞാൻ അവരെ വിളിച്ച് ഡൗട്ട് ആയത്, ഞാൻ ചെയ്ത് 100 ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവര് പറഞ്ഞു ഫ്ലാഗ് ചെയ്ത് ഒന്നുകൂടി നോക്ക്. അങ്ങനെ പിന്നെ നോക്കുമ്പോ ഫസ്റ്റ് പേപ്പർ എനിക്ക് 50-50 തോന്നെങ്കിലും സെക്കൻഡ് പേപ്പർ എനിക്ക് അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ പെർസെന്റേജ് എങ്ങനെ പോകും എന്നൊരു അത് കൺഫ്യൂഷൻ എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. സെക്കൻഡ് പേപ്പർ കുറച്ച് ടഫ് ആയിരുന്നുണ്ട്. പക്ഷെ പിന്നെ മിക്കവരും തന്നെ പാസ് ആവുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. പിന്നെ നമുക്ക് മിസ് മാഡം പിന്നെ നമുക്ക് കുറെ കാൽക്കുലേഷൻസ് ഒക്കെ രണ്ടാമത് തന്നില്ലായിരുന്നോ? ലാസ്റ്റ് ടൈമിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു സാറും മാഡം. പിന്നെ എക്സാമിന്റെ അന്ന് മോർണിംഗിൽ ഫസ്റ്റ് കഴിഞ്ഞ ആൾ ബാച്ചിന്റെ കുറച്ച് കാൽക്കുലേഷൻ ഒക്കെ തന്നു. അതെനിക്ക് അതുപോലെ തന്നെ വന്നായിരുന്നു കേട്ടോ. 14 ഒരു 5-6 ഞാൻ തന്നെ ചെയ്തു. പിന്നെ വന്നതൊക്കെ ഇങ്ങനെ വന്നതായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിടുക ചെയ്തിട്ട് ആൻസർ കണ്ടപ്പോ തന്നെ അതേപടി തന്നെ വന്നത്. മനസ്സിലായി, കണ്ടപ്പോ തന്നെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. അങ്ങനെ സോ ഇനി ഒപ്ര ആണല്ലോ. അപ്പൊ ഒപ്രയിലേക്ക് വരുന്ന സ്റ്റുഡൻസിനോട് സരിതയ്ക്ക് എന്താ പറയാനുള്ളത്? മാഡത്തിന് സാറിനെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാം, ഒരു പ്രശ്നമില്ല, എന്തായാലും പാസ്സാവും. അതിനും ഡൗട്ട് ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. വർക്ക് ചെയ്ത് സാറും മാഡം പറയുന്ന പോലെ തന്നെ ചെയ്താൽ
പിന്നെ കാൽക്കുലേഷൻ നമ്മൾക്ക് വീക്ക് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത് തുടങ്ങണം. പഠിക്കാം. നേരത്തെ അതെ, തുടങ്ങണം. ചെയ്ത് എനിക്കൊക്കെ പഠിക്കാം. ഇച്ചിരി അതും സാറും മാമും പറയുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഫോളോ അത് ചെയ്യാം അല്ലെ? ഫോളോ ചെയ്യാം. അത് കാൽക്കുലേഷൻ നമുക്ക് മാഡം മോക്കിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഹാൻഡ് ഔട്ടിൽ നിന്നൊക്കെ അങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്യാം. തന്നെ കുറെ ചെയ്ത് പഠിക്കാൻ നോക്കുക. എന്നിട്ട് മാമിന്റെ സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവും നമുക്ക്. മനസ്സിലാവും. അപ്പം കുറച്ച് നേരം ലാസ്റ്റത്തേക്ക് വെക്കാതെ ആദ്യമേ തന്നെ എല്ലാ ദിവസവും ഒക്കെ 10 5 ഒക്കെ വെച്ച് ചെയ്താല് ഈ ലാസ്റ്റ് ടൈമിൽ ഉണ്ടാവുന്ന ഹറിബറിയുടെ സമയത്ത് നമുക്ക് ആ ഇത്രയും ടെൻഷൻ ടെൻഷൻ ഒഴിവാക്കാം അല്ലെ? ഒഴിവാക്കാം. അത് സോ താങ്ക് യു സോ മച്ച് സരിത. ഒരുപാട് സന്തോഷം സരിതയുടെ സംസാരത്തിൽ ഉണ്ടായ ഇത്രമാത്രം ഹാപ്പിനെസ് അതെ ഉണ്ടെന്നുള്ള കാര്യം. അതെ സോ സരിതയുടെ സന്തോഷം നിങ്ങൾ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ കുറെ പേരുണ്ട്. നമുക്ക് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഇന്റർവ്യൂസ് കുറയുന്നത്. സോ പ്ലീസ് ഫോളോ അവർ സോഷ്യൽ ഹാൻഡിൽസ്. ഞങ്ങളുടെ എല്ലാ സോഷ്യൽ ഹാൻഡിൽസിന്റെയും ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് സരിത വൺസ് അഗൈൻ Thank you, ആൻഡ് Guruba. കൺഗ്രാറ്റുലേഷൻ. Thank you so Thank much. you. Thank you.